ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേനയിലയുടെ തോരനാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ ചേനയില, അധികം മൂക്കാത്ത ചേനയുടെ ഇലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇളം തണ്ട് വരുമല്ലോ ഈ കർക്കിടക മാസത്തിൽ, നമ്മൾ അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചേനയിലയുടെ ഫുൾ ലീവ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 6 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് തേങ്ങ, 2 വറ്റൽമുളക്, 2 വെളുത്തുള്ളി വലുതായതുകൊണ്ട് 2 ചെറുതാണെങ്കിൽ ഒരു 4 എടുക്കാം. പിന്നെ ഒരു പച്ചമുളക്. ഇത്രയാണ് ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. ഇല നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. തണ്ടൊക്കെ നമ്മൾ സാമ്പാറിനായിട്ട് നീക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇല മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിനെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. നമ്മൾ ഇതിലേക്ക് ആദ്യമായിട്ട് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. നാടൻ വിഭവങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ഇടാം. ഇതിലേക്ക് ചെറിയുള്ളി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിനൊപ്പം തന്നെ നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. ആ 2 വെളുത്തുള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് 3 ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ഒന്ന് കളറ് ചേഞ്ച് ചെയ്താൽ മതിയേ. ഇതിലേക്ക് ഞാനൊരു പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഉള്ളിയൊക്കെ ഒന്ന് വഴന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അത്രേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചേനയുടെ ഇല ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കർക്കിടകത്തിൽ മാത്രമാണ് കേട്ടോ നമുക്ക് ചേനയുടെ ഇലയൊക്കെ തോരൻ വെക്കാൻ പറ്റുക. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം. എല്ലാ ടൈമിലും പോയിട്ട് പൊട്ടിക്കാനൊന്നും പറ്റില്ല. കർക്കിടകത്തിലാണ് നമ്മളിത് കൂടുതലായിട്ടും ചെയ്യുക. മിഥുനം, കർക്കിടകം ആ ഒരു ടൈമിലാണ് ചെയ്യുക. നമുക്ക് നന്നായിട്ടൊന്ന് ചേനയുടെ എല്ലാം ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ, അത്രയും ഇല്ല, ഇതിനേക്കാൾ കുറച്ചൊന്ന് കുറവായിട്ട് എടുക്കുന്നത് കേട്ടോ. അത്രയും നമുക്ക് ഉപ്പ് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ചേനയുടെ എല്ലാം കുറച്ചൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കാം. ആവശ്യാനുസരണം കൂട്ടുക കുറയ്ക്കുക വെച്ചാൽ ഞാൻ ഇവിടെ കുറച്ചാണ് എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ നേരെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് തേങ്ങ ചേർത്തിട്ടില്ല. കുറച്ച് മാത്രമാണ് തേങ്ങ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മുടെ ചേനയിലയുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ കർക്കിടക മാസത്തിൽ ഇതാരും മിസ് ചെയ്യരുത്. ചേനയുടെ ഇല കിട്ടാൻ സാധ്യതയുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.